ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ ഇച്ചിരി പോർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇച്ചിരി കുരുമുളക് കിട്ടി ഒന്ന് വരട്ടിയാലോ. അപ്പം നാടൻ രീതിക്ക് നമുക്ക് എങ്ങനെയാണ് നല്ല നാടൻ പോർക്ക് വരട്ടിയെടുക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പന്നി കിട്ടിയിട്ടുണ്ട് പോർക്ക്. അപ്പം നമുക്കിത് ഇന്ന് അടിപൊളിയായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാവേ. ഒത്തിരി നെയ്യുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉരുക്കി എടുത്തിട്ട് വേണം ഒന്ന് കറി വെക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് ഞുറുക്കി കഴുകി എടുത്തുകൊണ്ടിരിക്കാം. നമ്മളിത് രണ്ടായിട്ട് ഞുറുക്കി വെച്ചു. ഇത് ദശ മാത്രമായിട്ട് ഞുറുക്കി വെച്ചു, ഇതതിൻ്റെ തൊലിയായിട്ട് ഞുറുക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് കഴുകി നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങ് നെയ്യ് ഭയങ്കരമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതൊന്ന് കഴുകിയിട്ടൊന്ന് ഉരുക്കാനായിട്ട് തീയിലേക്ക് വെക്കാം. ഇതങ്ങനെ നല്ലൊരു ചൂടുകട്ടിയുള്ള പാത്രം നമ്മൾ അടുപ്പേ വെക്കണം. വെച്ചിട്ട് നമ്മൾ ഈ കഴുകി നല്ലപോലെ ചട്ടി ചൂടായി കഴുകി നമ്മൾ വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കും നമ്മുടെ ഈ പോർക്കിൻ്റെ ഈ നെയ് കഷ്ണങ്ങൾ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നെയ്യ് ഉരുക്കി എടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതാണ്. ഇനി ഇതിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൊണ്ട് എണ്ണയും മൊത്തം ഇതുകൊണ്ട് ഇങ്ങനെ ഒട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. ഇതുകൊണ്ട് ഇങ്ങനെ മൊത്തം ഉരുകി വരുന്നുണ്ട്. വീണ്ടും നമുക്കിതിങ്ങനെ ഇളക്കി നമുക്ക് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നെയ്യ് നമുക്ക് ഉരുക്കിയെടുക്കാം. എന്തായാലും ഒത്തിരി ഉരുകണമെങ്കിൽ ഒത്തിരി ഉരുക്കാം, മൊത്തം വേണമെങ്കിൽ പിന്നെ മുക്കാലുരുക്കാം, അത്രയും മതി. പകുതിയാണെങ്കിൽ എങ്ങനെ മതി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉരുക്കിയെടുക്കാം. നമ്മളിത് ഇത് ഉരുക്കിയെടുത്ത് നമ്മളൊരു ഇത്രയും നെയ്യ് ഉരുക്കി മാറ്റിയും വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കൊന്ന് റെഡിയാക്കിയെടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുക്കർ അടുപ്പേ വെച്ചു. നമ്മൾ അതിനകത്തേക്ക് ദേശമുള്ളതെല്ലാം കൂടെ നമ്മൾ കുക്കറിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്നതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒരു 4 വിസിലടുപ്പിച്ച് നമുക്കൊന്ന് വാങ്ങിയെടുക്കാവേ. ഇപ്പം നമ്മൾ ശകലം ഒന്ന് മുളക് പൊടി മാത്രം ചേർത്താൽ മതി, മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട. ജസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ഇത്ര ചേർത്ത് ഇതൊന്ന് വേകാൻ വേണ്ടി മാത്രം. ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം നമ്മളൊരു ശകലം ഇങ്ങനെ ഒന്ന് കൈ കഴുകി ആടി പിടിക്കാതിരിക്കാൻ മാത്രം ഒന്ന് ചേർക്കാം. ഒത്തിരി വെള്ളമൊന്നും വേണ്ട. നമുക്ക് ചെറുതീയിലേക്ക് അടുപ്പിലേക്ക് വെക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ പോർക്ക് ഒരു 4 വിസിലടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും നെയ്യൊന്നും ഉരുകിയില്ലോണം. നമ്മൾ നെയ്യൊക്കെ ഉരുക്കിക്കൊണ്ട് നെയ്യൊന്നും ഇല്ലാതെ നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വരട്ടിയൊന്നും എടുക്കാവേ. ഇത് നമ്മുടെ പോർക്ക് വരട്ടാൻ വേണ്ടി നമ്മളൊരു പാത്രം അടുപ്പേ വെച്ചു. അതിനകത്തേക്ക് നമുക്ക് ഒത്തിരി എണ്ണ വേണ്ട, ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മളതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തു. കടുകൊന്നും നമ്മൾ ഇടുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ്. അത് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴരണ്ട, ഒന്ന് വാട്ടി.
പിന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സവോള ഒരു മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി, ഒത്തിരി പഴുത്ത് പോകാത്ത തക്കാളിയാണ്, 4ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതങ്ങനെ അതിനകത്ത് വഴന്ന് ചേർന്നൊന്നുമില്ല. അതതിനകത്ത് കിടന്നോട്ടെ. അവിടെ കിടന്ന് അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ അലിഞ്ഞ് ചേരാൻ ഒരു ചെറിയ കഷ്ണം പോലെ അവിടെ കിടക്കുന്നതിന് അത് കുഴപ്പമൊന്നുമില്ല. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാതെ. പന്നിക്ക് എപ്പോഴും പോർക്കിനെപ്പോഴും നമ്മളെല്ലാം പച്ചക്കിടുവാണ് നല്ലതൊന്നും വറക്കണ്ട. ഇനി ഞാനൊരു സ്പൂണ് നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. 1 സ്പൂൺ ഇട്ട് കൊടുത്തുള്ളൂ. നമ്മൾ പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി, കുരുമുളക് എല്ലാം കൂടി ഇടാൻ വേണ്ടിയിട്ട് ഇനി 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് വേണ്ട. അത്ര ഇതിനകത്തേക്കിട്ട് ആ പച്ചമണം പൂടോടെ ഒന്ന് ഇളക്കി പച്ചമണം വരെ മാറുന്നതിന് നല്ലപോലെ പച്ചമണം ഒന്ന് പോകുന്നോളം വരെ ഒന്ന് ഇളക്കാം. നമുക്ക് എന്നിട്ട് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യിന് ഒരു ശകലം നെയ്യ് നമുക്ക് നമ്മുടെ കറിയുടെ രുചി എന്ന് പറയുന്നത് നമ്മൾ ഈ പന്നിയുടെ നെയ്യ് പോർക്കിൻ്റെ ഉരുക്കി വെച്ചില്ല, അതിനകത്ത് നിന്ന് ഒരു 2 സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇനി അതിനകത്ത് നമ്മൾ വേറെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഈ മസാലയും ഈ സവോളയും ആ തക്കാളിപ്പഴവും എല്ലാം കൂടെ ആ നെയ്ക്കകത്ത് നമ്മളൊന്ന് ഇതുണ്ട് നല്ല കളറിലാക്കിയെടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ആദ്യം നമുക്ക് ആ ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ അതിനകത്തേക്ക് ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്ന കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഇതിനകത്ത് കിടന്ന് ഈ അരപ്പിനകത്ത് കിടന്ന് നല്ലപോലെ വറ്റി ആ എരിവും എല്ലാം പിടിച്ച് നന്നായിട്ട് വരണം. എന്നിട്ട് വേണം ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് നല്ലപോലെ വെള്ളമൊക്കെ പറ്റി നല്ല വരട്ടി നല്ലപോലെ കുരുമുളക് പൊടിയും പട്ടയും ഗ്രാമ്പും ഏലക്കായും നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് വാങ്ങാനായിട്ട്. പിന്നെ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പറ്റട്ടെ. ഇതിനകത്ത് ഇത് വേണ്ട നെയ്യും വെള്ളവും കൂടെയാണ്, ഇതൊന്ന് പറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എല്ലാം കൂടെ നമ്മുടെ അരപ്പെല്ലാം കൂടെ ചേർത്തപ്പോൾ ഉപ്പില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് അടച്ച് വെക്കാൻ. ഇനിയിപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് നല്ലപോലെ പറ്റിച്ച് നന്നാക്കിയിട്ട് വരട്ടിയെടുക്കുക. ഇത് അങ്ങനെ നമ്മുടെ പോർക്കിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി. ഇതിപ്പോൾ നെയ്യാണ്, എന്തേലും ഉരിയാനും കുറച്ചുള്ള നെയ്യ് അതങ്ങനെ കിടക്കും. ഇനിയും നമുക്കിതിനകത്തേക്ക് ലാസ്റ്റ് നല്ല കുരുമുളകും പട്ട ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചതും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല എരിവിന് നമ്മൾ കൂടുതൽ ചേർക്കുന്ന കുരുമുളകും ഇതുമാണ്. നമുക്കൊരു 2 സ്പൂണ് കുരുമുളകും നമ്മുടെ പെരുംജീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും.
അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ അടിപൊളി പോർക്ക് വരട്ടിയത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കുരുമുളകിട്ട് വരട്ടിയ നല്ല പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.